ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കൺഫ്യൂഷൻ റിഗാർഡിംഗ് പീനസിൻ്റെ സൈസ്. എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത് എന്ന് നോക്കാം. ഇൻ്റർനെറ്റ്, പോൺ മൂവീസ് കാണുന്ന കാഴ്ചകൾ 6 ഇഞ്ച് 8 ഇഞ്ച് വായിക്കുന്നു, കാണുന്നു, എന്നിട്ട് സ്വന്തം താരതമ്യം ചെയ്യുന്നു. താരതമ്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്ക് അത്രത്തോളം സൈസില്ല, അപ്പോൾ എനിക്ക് സൈസിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തീരുമാനത്തിലെത്തുന്നു. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയാനായിട്ട് കൂട്ടുകാരായിട്ടുള്ളൊരു കമ്പാരിസൺ. കൂട്ടുകാരന് സെയിം വയസ്സായിരിക്കും, സെയിം ഹൈറ്റും വെയ്റ്റും ആയിരിക്കും. ലിംഗത്തിൻ്റെ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ചെറുതായിരിക്കാം. ആ ഒരു ചിന്ത തന്നെ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഒന്നും കൂടെ കൂട്ടുന്നു. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയാനായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. തൃപ്തികരമല്ലാത്തൊരു ലൈംഗിക ബന്ധത്തിലായിരിക്കും അത് അവസാനിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും കൂടെ സ്ട്രോങ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നുകൂടെ കൂടുന്നു. നാലാമത്തത് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. എന്താ ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ സൈസിനെ കുറിച്ച് ഭയങ്കര ബോധറേഷൻ തുടങ്ങുന്നു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഡോക്ടറിനെ നിങ്ങൾ കാണേണ്ടത്. ലിംഗത്തിൻ്റെ സൈസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഇപ്പം നമുക്ക് ശ്രമിക്കാം. ഒരു 3.5 ഇഞ്ചസ് അല്ലെങ്കിൽ ഒരു 4.5 ഇഞ്ചസ് 3.5 to 4.5 ഇഞ്ചസ് ഉള്ളൊരു വ്യക്തി ആണെങ്കിൽ ഇത് ഒരു ആവറേജ് സൈസാണ്. ആവറേജ് സൈസുള്ളൊരു വ്യക്തിക്ക് നല്ല ഉദ്ധാരണശേഷി ഉണ്ടോ, പാർട്ട്നേഴ്സ് രണ്ടുപേർക്കും തൃപ്തികരമാകുന്ന രൂപത്തിലുള്ള ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ലൈംഗിക ബന്ധം എപ്പോഴും തൃപ്തികരമായിരിക്കും. ഇത് മനസ്സിലാക്കാനായിട്ട് വിട്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ കൺഫ്യൂഷനെ വെച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കൂടുന്ന ആൾക്കാരുണ്ട്. ഈ കൺഫ്യൂഷൻസ് മാറ്റാനായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൺഫ്യൂഷൻസ് മാറ്റിയെടുക്കുക. ഇത് നിങ്ങളുടെ സെക്സ് ലൈഫ് സാറ്റിസ്ഫാക്ടറി ആൻഡ് ഹാപ്പി സെക്സ് ലൈഫിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും.